കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ 2 എപ്പിസോഡുകളായി കേട്ടുകൊണ്ടിരുന്ന സന്ദേശം ഇതാണ്: കർത്താവിൻ്റെ 2 ദിവസങ്ങൾ. ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു 2 ദിവസങ്ങളെ കുറിച്ച്. ഒന്ന് പറയുന്നു, കർത്താവിൻ്റെ വലുതും ഭയങ്കരവുമായ ഒരു നാൾ, ഒരു ന്യായവിധിയുടെ നാൾ വരുന്നു എന്ന് ദൈവവചനം പറയുന്നു. അപ്പോൾ തന്നെ കൊരിന്ത് ലേഖനം 2-ാമത്തെ ലേഖനം ഇങ്ങനെ പറയുന്നു: ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇതാണ് രക്ഷയുടെ ദിവസം. 2 നാളുകൾ. ഒന്ന്, സകല മാനവജാതിയും ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദിവസം. നമുക്കിവിടെ പോലീസുകാരെയോ നമ്മുടെ നിയമ പാലകരെയോ ഒക്കെ വേണേൽ കബളിപ്പിക്കാം, കോടതിയെ കബളിപ്പിക്കാം, സ്വന്തം ജീവിത പങ്കാളിയെ കബളിപ്പിക്കാം. പക്ഷേ ലോകത്തിൽ ജനിച്ച ഒരു വ്യക്തിക്കും ദൈവത്തെ ഒന്നും മറയ്ക്കാനൊക്കത്തില്ല. നമ്മൾ കഴിഞ്ഞ സന്ദേശങ്ങളിൽ കേട്ടു, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ തന്നെ ദൈവം ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മനസാക്ഷി. നമ്മൾ മറ്റെല്ലാവരെയും കബളിപ്പിച്ചാലും നമ്മുടെ മനസാക്ഷി നമ്മളോട് തെറ്റിപ്പോയി എന്ന് പറയും. ആ മനസാക്ഷി ദൈവ കോടതിയുടെ ഒരു എക്സ്റ്റൻഷൻ കൗണ്ടറാണ്. നമ്മൾ കേട്ടു, നമ്മുടെ ഹൃദയം എപ്പോഴും നമ്മളോട് നമ്മുടെ അകത്തിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്. അവൻ ഹൃദയ രഹസ്യങ്ങളെ ആരായുന്നവന്. അവൻ എല്ലാ മനുഷ്യരുടെ ഉള്ളങ്ങളെ തിരിച്ചറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അപ്പോൾ നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാനൊക്കില്ല. ഞാനത് ചെയ്തില്ല, ഞാനവിടെ പോയില്ല, അങ്ങനെ ചിന്തിച്ചില്ലെന്ന് പോലും പറയാൻ നമുക്കൊക്കില്ല. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഈ വാക്കുകൾ ഈ ക്യാമറയിൽ ഡിജിറ്റൽ സംവിധാനത്തിൽ റെക്കോർഡ് ചെയ്തതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മനുഷ്യനെ കൊണ്ടാകുമെങ്കിൽ നമ്മൾ പറഞ്ഞ വാക്കുകൾ, നമ്മൾ ചെയ്തതൊക്കെ ഈ മണ്ണിലും പൊടിയിലും ഒക്കെ എഴുതി വെക്കാൻ ദൈവത്തിനാവും. അതുകൊണ്ടാണ് ന്യായവിസ്താര ദിവസത്തിൽ കട്ടളക്കാലുകളും തുലാങ്ങളും ഒക്കെ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറയുന്നത്. ദൈവത്തിന് നിർജീവ വസ്തുക്കളിൽ എല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവം സ്നേഹവാനായതുകൊണ്ട് ആ വരാൻ പോകുന്ന വലിയ ന്യായവിധിയുടെ ഭീകരതയിൽ നമ്മൾ ചെന്ന് പെടരുതെന്നായി ആഗ്രഹിക്കുന്നു. എന്താണ് ആ ന്യായവിധി? നിത്യനരകം. യേശു കർത്താവ് ആ നരകശിക്ഷയെക്കുറിച്ച് ഒരിക്കലും അവസാനിക്കാത്ത ആ ന്യായവിധിയെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്: അവർ രാപ്പകൽ നിത്യം ദണ്ഡനം അനുഭവിച്ചു കൊണ്ടിരിക്കും. അങ്ങ് അവസാനിച്ചു പോവുകയല്ല. അതെ, അവിടെ ചാകാത്ത പുഴുവും കെടാത്ത തീയും പല്ലുകടിയും കരച്ചിലും ഉള്ള ഒരു നിത്യ ശിക്ഷ. പക്ഷെ ഒരു മനുഷ്യനും അതിൽ പെടരുതെന്ന് സ്നേഹവാനായ ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ ഭീകര ശിക്ഷ സ്വയം ഏറ്റെടുക്കുവാൻ ദൈവം തയ്യാറായി. ദൈവം സ്നേഹമാവുന്നു. ദൈവം മനുഷ്യനായിട്ട് ഇവിടെ അവതരിച്ചു. യേശു ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും പാപം തൻ്റെ മേൽ ഏറ്റെടുത്ത് കഴിഞ്ഞു. ശിക്ഷ അനുഭവിച്ചു. പാവനമായ കരങ്ങളിൽ ആണിയടിച്ചു. നന്മ മാത്രം ചിന്തിച്ച, നന്മ മാത്രം കൊടുത്ത ആ ശിരസിൽ മുൾക്കിരീടം അണിയിച്ചു. കാർക്കിച്ചു തുപ്പി. നമ്മുടെ നിന്ദയും പരിഹാസവും എല്ലാം യേശു ഏറ്റെടുത്തു. ക്രൂശിൽ മരിച്ചു. നമ്മുടെ ശിക്ഷയ്ക്ക് പരിഹാരം വരുത്തി. അവിടുന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ആ യേശു പറഞ്ഞു, ഈ സുവിശേഷം ലോകമൊക്കെയും ചെന്ന് പറയണം. അത് അംഗീകരിക്കുന്നവർക്കായിരിക്കും വിടുതൽ. നമ്മളാരും ഇനി ശിക്ഷ അനുഭവിക്കേണ്ട, പക്ഷേ ഈ സുവിശേഷം അംഗീകരിക്കണം. ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീം പോയി ഒരു കളി കളിച്ചാൽ അവർ മാത്രമേ കളിക്കുന്നുള്ളൂ. പക്ഷേ നമ്മളത് നമ്മുടെ ജയമായിട്ട് എടുക്കുമ്പോഴാണ് നമ്മുടെയും കൂടെ ആകുന്നല്ലേ. ആയതുപോലെ ഈ സുവിശേഷം ഇന്ന് ഞാനടക്കമുള്ള സുവിശേഷകരുടെ അറിയിക്കുക: യേശു നിങ്ങളുടെ പാപപരിഹാരത്തിനായി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തു. ഇന്ന് നിനക്ക് രക്ഷാദിവസമാണ്. യേശുവിനെ സ്വീകരിക്കുക. വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് സൗജന്യമായി ഒഴിഞ്ഞു പോകാം. അതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കൃപയുടെ ദിവസം, രക്ഷാദിവസം. അതിനെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ആ സന്ദേശത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. കർത്താവിൻ്റെ 2 ദിവസങ്ങൾ. അതെ, കർത്താവിൻ്റെ 2 ദിവസമുണ്ട്. ഒന്ന്, ന്യായവിധിയുടെ നാൾ. ഇത് രക്ഷയുടെ നാൾ. ഇന്ന് യേശു രക്ഷയുടെ നായകനായി നമ്മുടെ അടുക്കൽ വരുന്നു. അന്ന് അവൻ ന്യായവിസ്താരകനായി ന്യായത്തീർപ്പിൻ്റെ കസേരയിലിരിക്കും.
ഇന്നവൻ കൃപാസനത്തിലാണ്. എവിടെയാണ്? കരുണയുടെ സിംഹാസനം തുറന്നിരിക്കുകയാണ്. എനിവൺ ക്യാൻ കം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ആ ന്യായവിധിയെക്കുറിച്ച്, ന്യായവിധിയുടെ നാളിനെ കുറിച്ച് ചില വാക്യങ്ങൾ വായിച്ച്, രക്ഷാ ദിവസത്തെക്കുറിച്ച് ചില വാക്യങ്ങൾ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. യോഹന്നാൻ 5:22 മുതൽ 24 വരെ, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ, ഇന്ന് രക്ഷകൻ, അന്ന് ന്യായം വിധിക്കുന്നവൻ. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധി ഇല്ല. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞ 2 തെസ്സലോനിക്കർ 1:6 മുതൽ 8 വരെ കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞേ, ഇന്ന് രക്ഷകനായി വന്നവൻ അന്ന് പ്രതികാര പുരുഷനായി വരും. ഹല്ലേലൂയ. സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും, സുവിശേഷത്തെ പീഡിപ്പിക്കുന്നവർക്ക് ആ പ്രതികാര നാളുകളിൽ പീഡയും, പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടി ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞേ, ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് എല്ലാ കാര്യത്തിനും ഈ ലോകത്ത് വെച്ച് മറുപടി കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് ലഭിച്ച എല്ലാ ഉപദ്രവങ്ങൾക്കും സുവിശേഷ നിമിത്തം പലരും നിങ്ങളെ മാറ്റി നിർത്തിയത്, നിങ്ങളെ തള്ളിക്കളഞ്ഞത്, അതിനെല്ലാം ഇതെന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് മറുപടി കിട്ടണമെന്നില്ല. പക്ഷേ a day is coming. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ, ഒരു ദിവസം വരുന്നു. പഴയ നിയമത്തിൽ പ്രവാചകനെ കുറിച്ച് പറയുന്നത് യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ. ഉറക്കെ പറഞ്ഞ, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ. പഴയ നിയമത്തിലെ എല്ലാ പ്രോഫറ്റ്സും പറഞ്ഞൊരു വാക്കുണ്ട്, ദ ഡേ ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ നാൾ. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, കർത്താവിന് 2 ദിവസമുണ്ട്. ഒരു ദിവസത്തിലൂടെ നീ പൊക്കൊണ്ടിരിക്കുകയാണ്. ക്ഷമിക്കുന്ന ദിവസം, വിടുവിക്കുന്ന ദിവസം, സൗഖ്യമാക്കുന്ന ദിവസം, സൗജന്യമായി പൊതുമാപ്പ് തരുന്ന ദിവസം, ചെയ്തതൊക്കെ ക്ഷമിക്കുന്ന ദിവസം. ആ ദിവസം തീരാൻ പോകുകയാണ്. കടന്നു വന്നാട്ടെ. വെളിപ്പാട് പുസ്തകം 20:11 മുതൽ 15 വരെ, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവരെ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. ഇവിടെ മതമില്ല, ജാതിയില്ല, വർഗമില്ല, വർണ്ണയില്ല, സഭയില്ല, എല്ലാവരും അവന്റെ മുമ്പിൽ വന്നേ നോക്കൂ. പുസ്തകങ്ങൾ തുറന്നു. ഈ കോടതിയിൽ പുസ്തകങ്ങൾ തുറക്കുന്നത് ആ കോടതിയുടെ നിഴല് മാത്രമാണ്. അതെല്ലാവരും ഓർത്തോണം. പുസ്തകങ്ങൾ തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ആർക്കും ഒളിക്കാനൊക്കില്ല, ആർക്കും ജാമ്യം കിട്ടില്ല, ആർക്കും മുൻകൂർ ജാമ്യങ്ങളില്ല. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ പലയിടത്തും പേര് വരുവാൻ ഉത്സാഹിക്കുന്നവരാ നമ്മൾ. ജീവപുസ്തകത്തിൽ പേർ വരുവാൻ ഒന്ന് ഉത്സാഹിച്ചേ. അതിനെന്ത് ചെയ്യണം? ജീവന്റെ നായകനെ, യേശുവേ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് വരണമേ എന്ന് പറഞ്ഞാൽ കർത്താവ് സകല പാപവും പോക്കി ആ നിമിഷം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതും. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ആ ദൈവമക്കളാണ്, അവിടെ പേരുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കളാണ് പാടുന്നത്. പേർ വിളിക്കും നേരം എൻ്റെ പേരും കാണും. ഇവിടെ ഇരിക്കുന്ന എത്ര ദൈവമക്കൾക്ക് ഉറപ്പുണ്ട് എൻ്റെ പേരും ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന്? ഉറപ്പ് കിട്ടിയ മക്കൾ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ പാടുന്ന പാട്ട് മരണ വീട്ടിൽ പാടേണ്ടതല്ല, ന്യായവിധിയിൽ നിന്ന് ഒഴിവായ ദൈവമക്കൾ പ്രത്യാശയോടെ പാടേണ്ട പാട്ടാണ്. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ
വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ പാർത്തലേ രക്ഷപ്പെട്ടോരക്കേറെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും കരമടിച്ച് പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ദൈവമക്കളെ, കർത്താവിന്റെ വേല ചെയ്യുന്നതിൽ മടുക്കരുത്. അടുത്തിരിക്കുന്ന ആള് പറ, ഒരാളും കൂടെ ന്യായവിധിയിൽ അകപ്പെടാതെ സുവിശേഷം പറയണം, ഒരു ട്രാക്ട് കൊടുക്കണം, ഇതുപോലെ ഇനി മീറ്റിങ്ങുകൾ വെക്കണം. ഒരാൾ ഈ മീറ്റിംഗ് വഴി രക്ഷിക്കപ്പെട്ടാൽ സ്വർഗം സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് കർത്തൻ പേർക്ക് രാപ്പകൽ അധ്വാനിക്കുക. കയ്യപ്പിടിച്ച് പറഞ്ഞോട്ടെ, കർത്തൻ പേർക്കു രാപ്പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ വാർത്തലത്തിൽ എന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ക്രിസ്തനിൽ നിദ്ര കൊണ്ടൊരു ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാൻ ഉയർത്തുതാ ഭക്തർ ഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കും വിശ്വാസത്തോടെ പ്രഭാത ശോഭിതത്തിൽ പാർത്തലോരക്കേറെ കൂടിയാകാശം പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ആ ഉറപ്പില്ലാത്ത ആരെങ്കിലും അവൻ പേർ വിളിക്കും, അവൻ പേർ വിളിക്കും. പുസ്തകങ്ങൾ തുറക്കും, ആർക്കും അവിടെ പേരെഴുതാൻ ശക്തിയില്ല. നോ വൺ. എനിക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ, എൻ്റെ വീട്ടുകാരുടെ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ പേരുകൾ എഴുതാമായിരുന്നു. നോ വൺ. അവിടെ പേരെഴുതുവാൻ സാധിക്കുന്ന ഒരുവൻ യേശു മാത്രം. തൻ്റെ ചങ്കിലെ ചോര കൊണ്ട് അവൻ നിന്റെ പേരെഴുതും, നിന്റെ പേരെഴുതും. ഇന്ന് രാത്രി ആ ഉറപ്പ് കിട്ടാത്ത ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ യേശു നിന്നെ വിളിക്കും. This is the day of salvation. This is the day of salvation. This is the day of salvation. ഇത് രക്ഷയുടെ ദിവസമാണ്, ഇത് കൃപയുടെ ദിവസമാണ്. ഏത് മഹാപാപിക്കും, ഏത് ജീവിതം തകർത്തവനും രൂപാന്തരപ്പെടാം, പുതിയ വ്യക്തിയായി മാറാം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ കണ്ടല്ലോ, 3 തവണ ആത്മഹത്യാശ്രമം നടത്തിയ, ഭാര്യയെ ഭീകരമായി ഉപദ്രവിച്ച സജി ഇന്ന് കർത്താവിൽ രൂപാന്തരപ്പെട്ട ഒരു ക്രിമിനൽ സ്വഭാവമുണ്ടായിരുന്ന വ്യക്തി ഇന്നൊരു അനുഗ്രഹീതനായ ദൈവ പൈതലായി മാറി. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടല്ലോ, ആ ബ്രദർ ലാൽജി, അദ്ദേഹം കോട്ടയം അറിയുന്ന ഒരു ക്രിമിനലായിരുന്നു, ഇന്ന് അനുഗ്രഹീതനായ ഒരു സുവിശേഷകനായി മാറി. ഏത് മഹാപാപിയും കർത്താവ് കൈക്കൊള്ളും, ആരെയും കർത്താവ് കൈവിടില്ല. ആ ഇരുകരങ്ങൾ നീട്ടി കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ മാനസാന്തരപ്പെടുക, നിത്യജീവൻ്റെ ഉറപ്പ് പ്രാപിക്കുക, ഒരു പുതിയ വ്യക്തിയായി തീരുക. ഈ വിളി കേൾക്കുന്നവർ ഒന്ന് സമർപ്പിക്കൂ, പ്രാർത്ഥിക്കൂ. ഇത് രക്ഷയ്ക്കായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഇതിനുശേഷം നമ്മൾ അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കും, രോഗസൗഖ്യത്തിനുള്ള പ്രാർത്ഥന ഒടുവിൽ കാണും.
ആരെങ്കിലും കർത്താവിനെ അറിഞ്ഞിട്ട് പിന്മാറ്റ അവസ്ഥയിൽ നിൽക്കുന്നവർ എന്നെ കേൾക്കുന്നു. യേശുവേ, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ ജീവിതം സമർപ്പിക്കുകയാണെന്നൊന്ന് പറഞ്ഞാട്ട് ഒരു വാക്ക് എൻ്റെ കൂടെ ചേർന്നൊന്ന് പറഞ്ഞേ. യേശുവേ, എൻ്റെ പാപപരിഹാരത്തിനായി അങ്ങ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, എൻ്റെ സകല പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ തരണമേ. എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റണമേ. എന്നെ രക്ഷിക്കുന്നതിനായി നന്ദി. എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണമേ. ആ നിത്യ ന്യായവിധിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. രക്ഷ കൊണ്ട് എന്നെ അലങ്കരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഇന്ന് കർത്താവിന് വേണ്ടി ഹൃദയം സമർപ്പിച്ച യേശു കാൽവറിയിൽ നേടിയ നിത്യജീവനെ സ്വന്തമാക്കിയ ഈ മക്കളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ കഴിഞ്ഞകാല ജീവിതമെല്ലാം കർത്താവ് ക്ഷമിച്ച് പുതിയ ഒരു ജീവിതം അവർക്ക് കൊടുക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പുതിയ വ്യക്തികളായി അനേകർക്ക് അനുഗ്രഹമായി. 2006 ഒരു വെട്ട് കേസിൽ ഞാൻ ഉൾപ്പെടെ 4 പേര് ഞങ്ങൾ കൊലപാതക ശ്രമത്തിന് ഞങ്ങളുടെ പേരിൽ കേസാകുകയും അത് മുഖാന്തരം ഞങ്ങൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയുണ്ടായി. അവിടെ വെച്ചാണ് എനിക്ക് എൻ്റെ ശരീരത്തിൽ പെട്ടെന്നൊരു അസുഖം പിടിപെട്ടിട്ട് എന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് 24-ാം വാർഡിൽ പകർച്ചവ്യാധികളുടെ കൂടെ എന്നെ കൊണ്ടിടുകയും ഞാൻ ആശുപത്രി കിടക്ക വെച്ച് ഞാൻ കാണുക, ഒരു സ്വപ്നം പോലെ ഞാൻ കാണുവാണ് കുറേ പേർ എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നതും. അതിനകത്ത് 2 പേര് ഫുൾ സ്ലീവ് ഡ്രസ്സും ബൈബിളും ഒക്കെ പിടിച്ചു വരിക. അതിലൊരാൾ എന്നോട് പറയാണ്, എഴുന്നേറ്റ് നമുക്ക് ഇവിടുന്ന് പോകാം. പറഞ്ഞാൽ ഡോക്ടർ പറയാണ് അവനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അവൻ അസുഖം കൂടുതലായിട്ട് കിടക്കുക. പറഞ്ഞാൽ ഈ വന്നയാൾ ഡോക്ടറോട് പറയാണ്, മനുഷ്യർക്ക് അസാധ്യം എന്നാൽ ദൈവത്തിന് സകലതും സാധ്യം. ഇത് കേട്ട പറഞ്ഞാൽ ഞാൻ ചാടി എഴുന്നേറ്റപ്പോൾ എൻ്റെ കയ്യിലെ ട്രിപ്പിൽ അഴിഞ്ഞു പോയി. ഉടനെ ഡോക്ടർ ചോദിച്ചു എന്നാ പറ്റി. അടുത്ത് നിന്ന് ഡോക്ടർ ചോദിച്ചു, അടുത്ത റൗണ്ട്സിന് വന്ന ഡോക്ടർ ചോദിച്ചു എന്നാ പറ്റി, ഡോക്ടർ വല്ലോ മേലാരിക്കും വല്ലതും കൂടിയതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഡോക്ടർ ചോദിക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ആരെയും കാണുന്നില്ല. ഇത് ഞാൻ ശരിക്കും ഒരു സ്വപ്നം, ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവം ഒരു സ്വപ്നം പോലെ കാണുകയായിരുന്നു. പക്ഷേ എൻ്റെ കണ്ണ് തുറന്നപ്പോൾ തന്നെ ഞാൻ ആരെയും കാണുന്നില്ല, ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ. അന്നൊരു വെള്ളിയാഴ്ച അമ്മ എന്നെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നു. അന്നേരം അമ്മ എന്നോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഞാനിവിടെ ആദ്യമായിട്ട് സ്വർഗീയവിരുന്നിൽ പോയി, നീ ഒരു സ്വർഗീയവിരുന്നിൽ പ്രാർത്ഥനയ്ക്ക് വരണം. അങ്ങനെ എനിക്ക് മനസ്സില്ല, ഒരു താല്പര്യം ഇല്ലാത്ത പോലെ ഞാൻ അന്ന് ആദ്യമായിട്ട് ഇതെന്നാ ഞാൻ കണ്ടതെന്നാന്ന് അറിയാൻ വേണ്ടി ഞാൻ ആരും അറിയാതെ ഒരു മീറ്റിങ്ങിന് അവിടെ കടന്നില്ലോ ഞായറാഴ്ച. അതിനകത്ത് കയറുമ്പോൾ ഞാൻ കാണുന്നത് 10,000-കണക്കിന് ജനങ്ങൾ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിക്കുന്ന ഭാഗത്താണ് ഞാൻ കയറി ചെല്ലുന്നത്. അങ്ങനെ ഞാൻ സ്റ്റേജിലോട്ട് നോക്കുമ്പോഴത്തേന് സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, നിന്നെ കോട്ടയത്തിട്ട് നിന്ദിച്ചാൽ നിന്നെ എറണാകുളത്തിട്ട് മാനിക്കുന്ന ദൈവമല്ല എൻ്റെ ദൈവം. നിന്നെ കോട്ടയത്ത് നിന്ദിച്ചാൽ നിന്നെ കോട്ടയത്ത് തന്നെ ഉയർത്തി മാനിക്കുന്ന കർത്താവാണ് എൻ്റെ കർത്താവെന്ന്. പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ തോന്നിയത് ദൈവം എൻ്റെ അവസ്ഥയാണ്ട് അതുപോലെ ആയിരുന്നു. ഞാൻ കോട്ടയത്ത് ഒരുപാട് കൂട്ടുകാരുമായിട്ട് നടന്ന സ്ഥാനത്ത് ഇന്ന് ഞാൻ കോട്ടയത്ത് എനിക്ക് കയറാൻ മേലാത്തൊരവസ്ഥ. അന്ന് മീറ്റിങ്ങിന് കയറിയപ്പോൾ എനിക്ക് വലിയൊരു സമാധാനം ഉണ്ടായി. പക്ഷേ എൻ്റെ ചിന്ത അതല്ല. അന്ന് ആരെയാണ് ഹോസ്പിറ്റലിൽ വെച്ചുണ്ടായത്, അയാളെ ഞാൻ തപ്പുമായിരുന്നു. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു, ആരെയും കണ്ടില്ല. ഇറങ്ങി വരാൻ തനിയൻ എൻ്റെ കയ്യിൽ ഒരു നോട്ടീസ് കൊണ്ടു തന്നു. ആ നോട്ടീസിനകത്ത് ഞാൻ അന്ന് ആരെയാണോ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടത് അയാളുടെ മുഖം പറഞ്ഞ് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഇതാരാ, ഇയാളെ അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയാണ്, ഇതാണ് തങ്കു ബ്രദർ. അന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടത് യഥാർത്ഥത്തിൽ തങ്കു ബ്രദറിനെ ആയിരുന്നു. ഒരു ദർശനം പോലെ കണ്ടത് ശരിക്കും അത് തങ്കു ബ്രദറിനെ ആയിരുന്നു. ശരിക്കും അന്ന് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടായത്. വലിയൊരു സമാധാനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എന്ന് പിന്നീട് എനിക്ക് സ്ഥിരമായി പ്രാർത്ഥനയ്ക്ക് വരണമെന്നുള്ള ആഗ്രഹവും ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ സ്ഥിരമായിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഞങ്ങളുടെ അച്ഛൻ വീട്ടിൽ വരത്തില്ലായിരുന്നു, സമാധാനം സ്വസ്ഥതയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ അച്ഛനും പ്രാർത്ഥനയ്ക്ക് വരാനിടയായി. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥനയിലായി. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് പോകുമ്പോഴാണ് ഞാൻ 2008 ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ 2006 നടന്നൊരു കേസിന് എന്നെ ശിക്ഷിക്കുക. അന്നേരം ഞങ്ങളെ 4 കൊല്ലം ശിക്ഷിച്ചെന്നും പറഞ്ഞാണ് വിധി വരുന്നത്. അന്ന് ശരിക്കും ബൈബിൾ കോളേജിൽ പോകാൻ വേണ്ടി ഒരുങ്ങി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അറിയുന്നത് അന്ന് കേസിൻ്റെ അവധിയുടെ ദിവസമായിരുന്നു. അന്ന് നേരെ ബൈബിൾ കോളേജിൽ വരാതെ നേരെ കോടതിയിലേക്ക് ചെല്ലുകയും അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്നാണ് ജഡ്ജി ഞങ്ങളെ ശിക്ഷിക്കുകയും ചെയ്തത് 4 കൊല്ലത്തേന്. അത് രാവിലെ പൂജപ്പുര സെൻട്രൽ ജയിലേക്ക് വിലങ്ങൊക്കെ വെച്ച് കൂട്ടുകാരായിട്ട് പോകുമ്പോൾ ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് തകർന്നായിരുന്നു. കാരണം ഞാൻ വലിയ സന്തോഷത്തോടെ ഇരുന്നിട്ട് ബൈബിൾ പറയുന്നുണ്ട്, ഒരു ക്രിസ്തുവിലായാൽ അവന് പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞു പോയെന്ന് ബൈബിൾ പറയുമ്പോൾ ഞാൻ യേശുവിനെ അറിഞ്ഞിട്ടും എനിക്ക് എന്തിനു ശിക്ഷ വന്നു. ശരിക്കും ഇതെല്ലാം വെറും നുണയായിരുന്നു. ഈ തങ്കു ബ്രദർ പറഞ്ഞ യേശു
ശരിക്കും വാസ്തവത്തിൽ ഇല്ലായിരുന്നു, അതോ പുസ്തകത്തിൽ മാത്രം എഴുതി വെച്ച യേശുവായിരുന്നു എന്ന് തോന്നലും എനിക്കുണ്ടായി. അങ്ങനെ ഞങ്ങൾ സെൻട്രൽ ജയിലിനകത്തോട്ട് കയറിയപ്പോൾ പെട്ടെന്നൊരു വാക്യം പോലെ ഒരു ഹൃദയത്തിൽ ആ ചെവിയിൽ ആരോ പറഞ്ഞ പോലെ, യേശുവിൻ്റെ ശിഷ്യനെ കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അതിനകത്തിറങ്ങി കാരാഗ്രഹം തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നുള്ള വാക്യം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരികയും പെട്ടെന്ന് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം ഇതാ ഞാൻ ഓൾറെഡി ജയിലിനകത്താണ്, സെൻട്രൽ ജയിലിനകത്താണ്. ഇനി ആരും വന്ന് എന്നെ രക്ഷിക്കാനാണ്? ആരും രക്ഷിക്കാനില്ലാത്തൊരവസ്ഥയിൽ ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, വളരെ പ്രയാസത്തോടെ ഇരിക്കുമ്പോൾ, കാരണം ഇനി ഒരു വഴിയില്ല, ആരുമില്ല. കാരണം പിടിപാടുള്ളവരെല്ലാം വന്ന് വെളിയിൽ നിൽക്കുക. ഞാൻ വലിയ ആൾക്കാർ, എന്നെക്കാളും വലിയ പിടിപാടെന്ന് കരുതിയവരെല്ലാം ചുമ്മാ വന്ന് വെളിയിൽ നിൽക്കുക നിസ്സഹായനായിട്ട്. അങ്ങനെ ഭാരത്തോടെ ഇരിക്കുമ്പോഴത്തേന് ഒരു 4 മണിയായപ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, കോട്ടയത്തിൽ നിന്ന് വന്നവർക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളോർത്ത് ആദ്യം നുണ പറയുക എന്ന് ഓർത്തിരുന്നു. പക്ഷേ അവർ പുള്ളി നിർബന്ധിച്ച കാരണം ഞങ്ങൾ നേരെ ഓഫീസിൽ ഓടിച്ചു വന്നപ്പോൾ ശരിക്കും പറയാം 4 കൊല്ലം ശിക്ഷിച്ച് എന്നെ 4 മണിക്കൂർ പോലും അതിനകത്ത് കിടത്തിയില്ല. അതിനു മുമ്പ് ജാമ്യം കിട്ടി. എനിക്കറിയത്തില്ല അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന്. പക്ഷേ വചനം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് എത്ര പിടിപാടുണ്ടെങ്കിലും എത്ര വലിയവനുണ്ടെങ്കിലും അതിനെ വെളിയിൽ നിൽക്കാനേ പറ്റുള്ളൂ. എന്നാൽ ദൈവത്തിന് പരിമിതികളില്ല. അന്ന് എനിക്ക് വേണ്ടി ഈ ദൈവത്തിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി. ആ ജയിലിനകത്ത്, സെൻട്രൽ ജയിലിൽ എനിക്ക് വേണ്ടി ഇറങ്ങി. അങ്ങനെ 4 കൊല്ലം ശിക്ഷ എന്നെ 4 മണിക്കൂർ പോലും അതിനകത്ത് കിടത്താതെ യേശുവിനെ അത്ഭുതകരമായി വിടുവിച്ചു. ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ കേസിലുണ്ടായിരുന്ന മുഴുവൻ കേസുകളും എൻ്റെ യേശു അത്ഭുതകരമായിട്ട് എന്നെ വിടുവിച്ചു. ഇന്ന് എൻ്റെ പേരിൽ ഒരു കേസ് പോലും ഇല്ല. ഈ യേശുവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ശരിക്കും ഞാൻ ഈ ഭൂമിയിൽ തന്നെ കാണത്തില്ലായിരുന്നു. ആരുടെയും കയ്യാ തീർന്നു പോകേണ്ട എന്നെ ഇന്ന് എൻ്റെ യേശു തൻ്റെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുക. ശരിക്കും ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഇന്ന് എനിക്ക് കർത്താവ് ഒരു ബിസിനസ് തന്നു, അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതം തന്നു. എല്ലാ മേഖലയിലും കർത്താവ് എന്നെ ഉയർത്തി മാനിച്ചുകൊണ്ടിരിക്കുക. വീട്ടുകാർക്കും നാട്ടുകാർക്കും തലവേദനയായിരുന്നു എന്നെ ഇന്ന് കർത്താവ് അവിടെ ഒരു മാനപാത്രമാക്കി നിർത്തിയേക്കുക. ഈ അത്ഭുതകരമായ വിടുതലുകൾ നൽകിയ കർത്താവ് നമ്മളെ വിടുവിക്കാൻ ആഗ്രഹിക്കുക. എത്ര വലിയ രോഗമാണോ, എത്ര വലിയ പ്രയാസമാണോ, യേശുവിന് വിടുവിക്കാൻ കഴിയാത്തതൊന്നുമില്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവൻ മാത്രമല്ല, ഞങ്ങളുടെ പാപം ക്ഷമിക്കുന്നവൻ മാത്രമല്ല, ഞങ്ങളുടെ രോഗങ്ങൾ, അസ്വസ്ഥതകൾ മാറ്റുന്ന കർത്താവ്. ദഹനപരമായൊരു വിഷയത്തിൽ അൾസർ ബാധിച്ചവർ, എന്ത് ഭക്ഷണം കഴിച്ചാലും പുളിച്ച് തകട്ടി അസ്വസ്ഥതയുള്ളവർ എന്നെ കേൾക്കുന്നു. നിങ്ങളുടെ കരം വിശ്വാസത്തോടുകൂടെ നിങ്ങളുടെ വയറിന്മേൽ വെച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയാൽ മക്കൾ സൗഖ്യമാകട്ടെ. മറ്റു പല രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ, ശ്വാസമുട്ടലുകളുള്ളവർ, ഹാർട്ട് പ്രോബ്ലങ്ങൾ, കിഡ്നിയുടെ പ്രയാസങ്ങൾ, കരളിൻ്റെ രോഗങ്ങൾ, കർത്താവെ, മറ്റു പല പ്രശ്നങ്ങളാൽ, സോറിയാസിസുകൾ ബാധിച്ച് ത്വക്ക് രോഗങ്ങളാലൊക്കെ കഷ്ടപ്പെടുന്നവരെ കർത്താവ് കാണുന്നല്ലോ. അവിടുത്തെ തൃക്കര നീട്ടി പൂർണ്ണമായി വിടുവിക്കണം. സമാധാനം കൊണ്ട് നിറയ്ക്കണം. മരണഭയമായിരിക്കുന്നവരുണ്ട്, ഉറക്കമില്ലാത്തവരുണ്ട്, ജീവിക്കേണ്ട, മരിച്ചാൽ മതി എന്നുള്ള നിലയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, എല്ലാവരാലും കൈവിടപ്പെട്ടു എന്ന ചിന്തയിൽ ഭാരപ്പെടുന്നവരെല്ലാം കർത്താവ് കാണുന്നല്ലോ. ഈ നിമിഷം തന്നെ കരം നീട്ടി അത്ഭുതകരമായ വിടുതൽ പകരുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു, വിടുവിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് വിടുവിച്ചതിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നിങ്ങളുടെ വിടുതലുകളുടെ സാക്ഷ്യങ്ങൾ അറിയിക്കണം. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. I bless you in Jesus' name.